കൊച്ചി മേയർ സ്ഥാനത്ത് ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപ്തി മേരി വർഗീസ്. ജില്ലയുടെ ചുമതല പ്രതിപക്ഷ നേതാവിനാണെന്നും മേയർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയതിൽ സതീശൻ മറുപടി പറയട്ടെ എന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. നഗരസഭയുടെ ഭരണം പിടിക്കുക എന്നതിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ആൾ ചാർജ് ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് എനിക്കും ഇത് ലീഡ് ചെയ്യണമെന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് കഴിഞ്ഞ നാൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞാൻ പ്രവർത്തിച്ചതും. പക്ഷേ പിന്നീട് തീരുമാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ. നേതൃത്വം കൊടുക്കണമെന്നും ലീഡ് ചെയ്യണമെന്നും അത്തരത്തിലൊക്കെ എന്നോട് പറയേണ്ട ആളുകൾ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നതും. പിന്നീട് ഒരു മാറ്റമുണ്ടായത് എന്താണെന്നുള്ളത് വിശദീകരിക്കേണ്ടത് മാറ്റിയ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുത്ത ആളുകളാണ്. അതിൻ്റെ അകത്ത് ഒരു ഉത്തരവില്ല. APCC സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ KPCയുമായി അതിന് പറയേണ്ട പ്ലാറ്റ്ഫോമിൽ ഞാനത് പറയും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അർച്ചന ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അർച്ചന, ഇന്നലെ തന്നെ കൈരളി ന്യൂസിനോട് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ എലാബറേറ്റ് ചെയ്താണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് പറയുന്നത്. അതായത് V.D. സതീശനാണ് തന്നെ ഇതിന് നേതൃത്വത്തിലേക്ക് ഏൽപ്പിച്ചത്. ഇതിൻ്റെ മേൽനോട്ടം V.D. സതീശനായിരുന്നു. അതായത് V.D. സതീശൻ അടക്കമുള്ളവർ പറഞ്ഞതാണ് താൻ മേയർ സ്ഥാനാർത്ഥിയാണ് എന്നതാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നതിൻ്റെ മലയാളം. അതുമാത്രമല്ല, അവർ പറയട്ടെ ഇതിൻ്റെ വിശദീകരണം എന്ന് പറയുക വഴിയുള്ള അതൃപ്തിയും പ്രതിഷേധവും വ്യക്തമാണ്. അർച്ചന, അജിംഷാദ്, ഭരണം കിട്ടിയതോടുകൂടി ഇത്തരത്തിൽ ചരടുവലികളും തമ്മിലടികളും എല്ലാം തന്നെ രൂക്ഷമാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത്. പതിവ് പോലെ തന്നെ ആ രീതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. മേയർ സ്ഥാനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തമ്മിലടിയും ഗ്രൂപ്പ് തർക്കവും എല്ലാം രൂക്ഷമായിരിക്കുന്നത്. പ്രധാനമായും ദീപ്തി മേരി വർഗീസ് DCCക്കെതിരെയും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെയുമാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ദീപ്തി പ്രധാനമായും പറയുന്നത് ഒരു സുതാര്യതയും ഇല്ലാതെയാണ് ഇത് ഈ കാര്യങ്ങളെല്ലാം, അതായത് നടപടിക്രമങ്ങളെല്ലാം നടപ്പിലാക്കിയത്. KPCCയുടെ ഒരു നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടില്ല. ഇതിന് പിന്നിൽ ആരാണ്? ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനമാണോ അല്ലെങ്കിൽ കൂട്ടായ തീരുമാനമാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന തുടങ്ങിയ കാര്യങ്ങളാണ് ദീപ്തി പ്രധാനമായും പറയുന്നത്. ഏറ്റവും പ്രധാനമായും ദീപ്തിയെ ഈ എറണാകുളത്തെ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് ചുമതലയും പ്രതിപക്ഷ നേതാവിനായിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചത് പ്രകാരമാണ് ദീപ്തി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിച്ചതിന് ശേഷം മേയർ സ്ഥാനം അടക്കം ദീപ്തിക്ക് വാഗ്ദാനം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഇതാ കാലുമാറി ദീപ്തിയെ പൂർണ്ണമായും വഞ്ചിച്ച് വെട്ടിമാറ്റിക്കൊണ്ട് പുതിയ മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായും ഇത് V.D. സതീശൻ്റെ തീരുമാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. DCC പ്രസിഡന്റാണ് ഇത് പ്രഖ്യാപിച്ചതെങ്കിലും അവിടെയാണ് ഇത് കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം നടന്നതെങ്കിലും ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനം മാത്രമാണ്. കാരണം അദ്ദേഹത്തിനാണ് ഇതിൻ്റെ എല്ലാം തന്നെ ചുമതല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു തീരുമാനം എന്തുകൊണ്ടുണ്ടായി എന്ന് തനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് നേതൃത്വം നൽകിയവർ തന്നെ മറുപടി പറയട്ടെ എന്ന് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. തികച്ചും വഞ്ചനാപരമായ ഒരു സമീപനം തന്നെയാണ് കോൺഗ്രസിനകത്ത് നിന്നുണ്ടായതെന്ന് ദീപ്തി പറയാതെ പറയുന്നുണ്ട്. കാരണം ഇതിൽ യാതൊരു സുതാര്യതയും ഉണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലാണ് നടന്നത്. മാത്രമല്ല KPCC നിർദ്ദേശിച്ച പല കാര്യങ്ങളുണ്ട്. സീനിയോറിറ്റി കണക്കിലെടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ KPCC മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുള്ളതാണ്. എന്നാൽ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റൊരു കൗൺസിലർമാരായിരുന്ന ഇവരെ മേയർ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളടക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ അജയ് തറയിലടക്കം ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പ്രധാനമായും ഈ ചട്ടം ലംഘിച്ചതിനെതിരെ അന്വേഷണം വേണമെന്ന് ചൂണ്ടിക്കാണിച്ച് AICCക്കും KPCCക്കും എല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഒരു പവർ ഗ്രൂപ്പ് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ വലിയ ഗ്രൂപ്പ് തർക്കം സൂചിപ്പിച്ചതുപോലെ ഈ അജയ് തറയിൽ തുറന്നടിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ മേയർ പ്രഖ്യാപനത്തിൽ DCC എടുത്തത് ഏകാധിപത്യ തീരുമാനമാണ് എന്നാണ് കോൺഗ്രസ് നേതാവായ അജയ് തറയിൽ പറഞ്ഞത്. കൊച്ചിയിൽ നടന്ന തെറ്റായ നടപടികളിൽ അന്വേഷണം വേണം. AICCക്കും KPCCക്കും പരാതി നൽകിയെന്നും അജയ് തറയിൽ പറയുന്നു. അജയ് തറയിലെ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം ഞാൻ അർച്ചനയിലേക്ക് തിരികെ എത്താം. അജയ് തറയിൽ, ദീപ്തി മേരി ആയിരിക്കും ഇവിടുത്തെ മേയർ എന്ന് പരക്കെ ഒരു സംസാരമുണ്ടായിരുന്നു. അതെല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ്. ദീപ്തി 16ാമത്തെ വയസ്സിൽ KSUവിൻ്റെ മഹാരാജ് കോളേജ് യൂണിറ്റ് മുതൽ ഇന്നേ അവർ വളരെ ആക്റ്റീവായി സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി, അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് സെക്രട്ടറി, ഇപ്പോൾ KPCL സെക്രട്ടറി, വളരെ ശക്തമായ നിലയിൽ രാഷ്ട്രീയ നടത്തുന്ന ദീപ്തി മേരിയെ ഒഴിവാക്കിക്കൊണ്ട് ഈ നടപടി എടുക്കാൻ വേണ്ടി തന്നെ ആസൂത്രിതമായ ഒരു ശ്രമം ഇവിടെ നടന്നിരിക്കുന്നു. അത് വളരെ നീതിയുക്തമല്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്.
അതുകൊണ്ട് ഞങ്ങൾ ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെതിരെയും ഈ കേരളത്തിൽ ഇല്ലാതിരുന്ന ഗ്രൂപ്പ് എറണാകുളത്ത് ആരംഭിച്ചതിനെതിരെയും ഇത്രയും കാലം കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും ഇവിടെ എത്രയോ പഞ്ചായത്തുകൾ തീരുമാനിച്ചു, എത്രയോ മുനിസിപ്പാലിറ്റികൾ തീരുമാനിച്ചു, എത്രയോ ബ്ലോക്ക് പഞ്ചായത്തുകൾ തീരുമാനിച്ചു, അവിടെ എങ്ങും ഒരു ഗ്രൂപ്പും ഇല്ലായിരുന്നു. പക്ഷേ കൊച്ചിൻ കോർപ്പറേഷൻ മാത്രം ഗ്രൂപ്പിൻ്റെ അതിപ്രസരം വന്നിരിക്കുന്നു. ഈ അതിപ്രസരം ഇനി അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ആ ഗ്രൂപ്പിനെ അടിച്ചൊതുക്കും, ആ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. ഈ കാര്യങ്ങൾക്ക് KPCCക്കും AICCക്കും ഞങ്ങൾ പരാതി കൊടുത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെടും. തീർച്ചയായും അർച്ചന, അജയ് തറയിലിനെ പോലെ ഒരു പ്രമുഖ നേതാവ് ഇത് തുറന്നു പറയുകയാണ്. 2 പ്രധാന പോയിന്റുകളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒന്ന്, ഗ്രൂപ്പ് പോരുകളുടെ അടിസ്ഥാനത്തിൽ ജയം ഉണ്ടായതിനു ശേഷം ശക്തമാകുന്ന എറണാകുളത്തെ കൊച്ചിയിലെ ഗ്രൂപ്പ് പോരുകളുടെ കാര്യം. രണ്ടാമത്, മേയർ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് ദീപ്തി മേരി വർഗീസിനെ അവതരിപ്പിച്ചത്. ഇവിടെ അവതരിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ അവതരിപ്പിച്ചത്. കോഴിക്കോട് തുടക്കത്തിലെ പാളി സ്ഥാനാർത്ഥിക്ക് നിൽക്കാനായില്ല, തിരുവനന്തപുരത്ത് ശബരിനാഥനെ. അതുപോലെ കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിനെ തന്നെയാണ് അത്തരത്തിൽ സ്ഥാനാർത്ഥിയാക്കി മുമ്പോട്ട് വെച്ചത്. മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ പാർട്ടി നിശ്ചയിച്ച് മുമ്പോട്ട് വെച്ച് തെരഞ്ഞെടുപ്പ് നേരിട്ട് അതിൽ വിജയിച്ചതിന് ശേഷം സാമുദായിക സമ്മർദ്ദങ്ങളുടെ ഫലമായി അവരുടെ പാർട്ടി നിശ്ചയിച്ച മേയറിനെ പോലും നിശ്ചയിക്കാനാകാത്ത ഗൗരവമായ സ്ഥിതിയിലേക്ക് കോൺഗ്രസ് എത്തപ്പെട്ടിരിക്കുന്നു. അതാണ് അജയ് തറയിൽ പറഞ്ഞതിൻ്റെ മറുമൊഴി. അർച്ചന, അജിംഷാദ്, അതുതന്നെയാണ്. അജയ് തറയിലിനെ പോലെ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ഇതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രൂക്ഷമായ രീതിയിൽ തുറന്നടിക്കുകയാണ് പലരും. ഇന്നലെ മാത്യു കുളനാടനടക്കം ഫേസ്ബുക്കിൽ പങ്കുവച്ചതും അതുതന്നെയാണ്. അജയ് തറയിൽ പ്രധാനമായും പറയുന്നത് ഒരു കൃത്യമായ അജണ്ട ദീപ്തിയെ വെട്ടിമാറ്റുന്നതിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഒരു വലിയ പവർ ഗ്രൂപ്പാണ് ഇപ്പോൾ കൊച്ചിയെ നയിക്കുന്നത്. അത്തരത്തിലേക്കൊരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് തുറന്നു പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ചില ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരു ഗ്രൂപ്പാണോ അല്ലെങ്കിൽ വ്യക്തികളാണോ, ഏകപക്ഷീയമായൊരു തീരുമാനമാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. DCC പ്രസിഡന്റിനെതിരെ തന്നെയാണ് ആഞ്ഞടിക്കുന്നത്. DCC പ്രസിഡന്റാണ് ഇത് പ്രഖ്യാപിച്ചതെങ്കിലും പൂർണ്ണമായും ഇത് VD സതീശന്റെ തീരുമാനമാണ്. കാരണം അദ്ദേഹത്തിനാണ് ഇതിൻ്റെ എല്ലാം തന്നെ ചുമതല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കൂടിയാണ് ഈ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും നേതാക്കൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. കാരണം തുടക്കം മുതൽ ഉയർന്നു കേട്ട പേരാണ് ദീപ്തി മേയർ സ്ഥാനത്തേക്ക്. മാത്രമല്ല, ദീപ്തിക്ക് അത്തരം വാഗ്ദാനങ്ങൾ നൽകുകയും ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം മേയറാക്കാമെന്നൊരു ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ ഇത്തരത്തിൽ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ ഗ്രൂപ്പ് തർക്കവും ഒപ്പം സമുദായ സമ്മർദ്ദങ്ങൾക്കുമെല്ലാം വഴങ്ങി കോൺഗ്രസ് പൂർണ്ണമായും ദീപ്തിയെ ചതിക്കുന്ന അല്ലെങ്കിൽ തഴയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം കോൺഗ്രസിനകത്ത് പൊട്ടിപ്പുറപ്പെട്ടത്. തുടക്കം മുതൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ, ഗ്രൂപ്പ് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദീപ്തി എന്തായാലും ഇതുവരെ ഇത്തരത്തിൽ ഒരു സമവായത്തിനും നീങ്ങിയിട്ടില്ല. കാരണം ദീപ്തി ഔദ്യോഗികമായിട്ട് ഒരു കാര്യങ്ങളും അറിയിച്ചിട്ടില്ല, ഒരു തരത്തിലുമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല എന്ന് ദീപ്തി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അത് മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും, അത്തരത്തിലൊരു കൂടിയാലോചനകളോ ഒന്നുമില്ലാതെയാണ് ഇതെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. ഒരു സുതാര്യതയുമില്ല. ആളുകൾക്ക്, കൗൺസിലർമാർക്ക് സ്വതന്ത്രമായി